പ്രിയപ്പെട്ടവരെയും ചാനൽ ആംനോസിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. വിവാഹം എന്ന ഒരു വിഷയത്തിൻ്റെ ഒന്നാമത്തെ എപ്പിസോഡിലേക്ക് ഞാൻ നിങ്ങളേവരെ ഒരിക്കൽ കൂടെ ക്ഷണിക്കുന്നു. ഷെയറും ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് പുതുമയുള്ള വിഷയങ്ങളൊന്നുമല്ല. ലോകത്തെല്ലായിടത്തും എല്ലാ ജാതി മത ഗോത്ര വിഭാഗങ്ങളെല്ലാം വിവാഹം നടക്കുന്നുണ്ട്. എന്നാൽ ആധുനിക കാലത്ത് നിങ്ങളറിയാത്ത പല വ്യത്യസ്തമായ വിവാഹങ്ങളും വിവാഹത്തെ ഇല്ലാതാക്കുന്നതും അതിനെതിരായി വരുന്ന സാഹചര്യങ്ങളും സന്ദർഭങ്ങളും സംസ്കാരങ്ങളുടെ മാറ്റങ്ങളൊക്കെയാണ് ഈ 2 എപ്പിസോഡിലായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കുക. ഭാവി തലമുറയ്ക്ക് പ്രയോജനമാകാൻ വേണ്ടി ചില മുന്നറിയിപ്പുകളാണ് നൽകുന്നത്. ഒരിക്കൽ കൂടെ സ്നേഹവന്ദനം. സ്വാതന്ത്ര്യം മൃതിയേക്കാൾ ഭയാനകം എന്ന മലയാള കവിയുടെ വാക്കുകൾ അർത്ഥവത്താണ്. കാരണം പാശ്ചാത്യ ലോകത്ത് സ്ത്രീകൾക്ക് നൽകുന്ന അമിതമായ സ്വാതന്ത്ര്യമാണ് ഇതര ബന്ധങ്ങളും വിവാഹം വേണ്ടെന്നും ഗർഭധാരണം വേണ്ടെന്നും കുട്ടികളെ പ്രസവിക്കേണ്ടെന്നും വളർത്തേണ്ടെന്നും ഞങ്ങൾ ഇൻഡിപെൻഡൻ്റായി ആരുടെയും കീഴിലല്ലാതെ സ്വതന്ത്രമായിട്ട് ഞങ്ങൾ ജീവിക്കാമെന്ന ആധുനിക ഫെമിനിസത്തിൻ്റെ ആരംഭവും ഇതൊക്കെ തന്നെയാണ്. 2005 സൗത്ത് കൊറിയയിൽ ആരംഭിച്ച ഫെമിനിസ്റ്റ് ആക്ടിവിറ്റീസ് ഗ്രൂപ്പാണ്. അത് ബിഹോൺ എന്നാണ്. അത് BIHON എന്ന ആശയം ആദ്യം പ്രൊമോട്ട് ചെയ്തത്. ഈ ഇംഗ്ലീഷ് ഭാഷയിലെ അല്ല, ഇത് സൗത്ത് കൊറിയയിലെ കൊറിയൻ ഭാഷയിലെ ഒരു പദമാണ്. അതിനെ തുടർന്ന് ബിഹോൺ എന്നത് പൊളിറ്റിക്കൽ അജണ്ടയായി മാറി 2010 4B എന്ന പ്രസ്ഥാനമായി വളർന്നു. 4B കൊറിയൻ ഭാഷയിൽ BI എന്നത് ഞാൻ ഇതിൻ്റെ അകത്ത് എഴുതി കാണിക്കാം. നോ എന്നാണ് ഇംഗ്ലീഷിലെ. അപ്പം 4B 4B അതെന്താണെന്നാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. കേൾക്കാത്തവരും അറിയാത്തവരുണ്ടായിരിക്കാം. നിങ്ങൾ കേട്ടിട്ട് കേൾക്കാത്തവർക്ക് ഷെയറിലേക്കും ചെയ്യണം. 4 കോർ പ്രിൻസിപ്പിൾസ്. 1, നോ മാരേജ്, ബിഹോൺ, സൗത്ത് കൊറിയൻ ഭാഷയാണ്. നോ ചൈൽഡ് ബർത്ത്, ബിക്കൾസൺ. 3, നോ ഡേറ്റിംഗ്, ബിയോണേഴ്സ് അല്ലെങ്കിൽ റൊമാൻസ് വേണ്ട. നോ സെക്സ്, ബിസിക്കയോ സെക്ഷൽ റിലേഷൻഷിപ്പ് വേണ്ട. ഇങ്ങനെ 4B 4B കോർ പ്രിൻസിപ്പിൾ. അതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ഇത് സ്ത്രീകൾ ആരംഭിച്ച ഒരു സംഘടനയാണ്. 2005 ആരംഭിച്ചു. പിന്നീട് 2010 മറ്റൊരു പേരിൽ ഇന്ന് ലോകവ്യാപകമായി ഇന്ത്യയിൽ വന്നിട്ടില്ലെങ്കിലും പാശ്ചാത്യ ദേശത്തൊക്കെ ഉണ്ട്. ഓർക്കുക, സദേൺ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ പലയിടങ്ങളിലുണ്ട്. അപ്പോൾ ഇതാണ് മാരേജ് എന്ന് പറഞ്ഞാൽ എന്താണ്. ഞാനത് അതിലേക്ക് എൻ്റെ അത് പൊതുവെ നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികൾക്കറിയാം. കല്യാണം കഴിക്കുക എന്നൊരു പദപ്രയോഗം ഭാഷാപരമായി തെറ്റാണ്. ശരിയായ പദപ്രയോഗം എറ്റിമോളജിക്കലി വിവാഹം ചെയ്യുക എന്നൊരു കർമ്മമാണ്. അതൊരു പ്രവൃത്തിയാണ്. എൻഗേജ്മെന്റ് നടത്തി വധുവിൻ്റെയും വരൻ്റെയും വീട്ടുകാർ തമ്മിൽ ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ സംസാരിച്ച് ചില കർമ്മങ്ങളിലേക്ക് ചെയ്യുന്നതാണ് വിവാഹം ചെയ്യുക. കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് മലയാളത്തിൽ കഴിക്കുക എന്നത് ഭക്ഷണം കഴിക്കുന്നതിനല്ല. നമ്മൾ, എൻ്റെ ആ ശൈലി പറയട്ടെ, വധൂവരന്മാർ വിവാഹം ചെയ്യുകയും അതിഥികളായി ക്ഷണിക്കപ്പെട്ട നാം ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അതുകൊണ്ട് കല്യാണം കഴിക്കുക എന്നല്ല, വിവാഹം ചെയ്യുക എന്നാണ് ഭാഷാപരം. അതെന്ത് പാട്ടെങ്കിലും താല്പര്യം പോലെ. അപ്പോൾ വിവാഹം എന്ന കാര്യങ്ങൾ ലോകത്തിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ ആധുനിക തലമുറയിൽ സ്ത്രീകൾ മുന്നോട്ട് വെക്കുന്ന വിവാഹ സങ്കല്പം എന്താണെന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതുകൊണ്ട് കേൾക്കുക, മനസ്സിലാക്കുക. അപ്പോ കുടുംബം എന്ന ശരീരത്തിൽ പുരുഷനാണ് തല, സ്ത്രീ ഉടലുമാണ്. അപ്പോൾ തല പോയാൽ ജീവൻ പോയി. ഹൃദയത്തിന് പ്രശ്നം വന്നാൽ നമുക്ക് ചികിത്സിക്കാം, അതിനുള്ള ഹോസ്പിറ്റലുണ്ട്. ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുണ്ട്, അതിൻ്റെ ട്രീറ്റ്മെന്റ് ഉണ്ട്. ഒരു നിശ്ചിത സമയം വരെ ജീവനെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം. എന്നാൽ തല പോയാൽ തല മാറ്റി വെക്കാൻ പറ്റുമോ? കാർട്ടൂണിൽ ഉണ്ടായിരുന്നു തല മാറട്ടെ എന്ന് പറഞ്ഞ് ബാലമംഗളത്തിൽ എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഒരാൾ വന്ന് തല മാറട്ടെ എന്ന് പറയുന്നത് മാറുന്ന പോലെ തല മാറാൻ പറ്റുകയില്ല. കുടുംബം ഒരു ശരീരമായി ചിത്രീകരിച്ചാൽ അതിൽ തല എന്നത് പുരുഷനും സ്ത്രീ ഉടലുമാണ്.
അതായത് ഭർത്താവിനും ഭാര്യയ്ക്കും തുല്യസ്ഥാനമാണെന്നുള്ള ആധുനിക സാംസ്കാരികവാദം ബൈബിളിന്റെ അടിസ്ഥാനമല്ല. തലയ്ക്ക് കാണാം, തലയ്ക്ക് കേൾക്കാം, തല ശ്വസിക്കും, തല സംസാരിക്കും എന്ന് വെച്ചാൽ നേതൃത്വം പുരുഷനും അതിനെ അനുസരിക്കുന്നതാണ് ബൈബിൾ പറയുന്ന വിവാഹം. പക്ഷേ ഡയാന പോലെയുള്ള ഫെമിനിസ്റ്റുകളും സൗന്ദര്യത്തിന്റെ പേരിൽ രാജകുടുംബാംഗമല്ല ഡയാന, ആ രാജകുടുംബത്തിലെ ഒരു ജോലിക്കാരന്റെ മകളാണ്. സൗന്ദര്യം കൊണ്ട് മാത്രം ചാൾസിനെ കീഴ്പ്പെടുത്തി. അത് വളരെ മോശമായ നിലയിൽ അധംപതിച്ചു പോയി. അത് മുസ്ലിംസിനെ അവസാനം എത്ര പേരെ കല്യാണം കഴിച്ചൊന്നും എനിക്കറിയില്ല, അവരോട് ചോദിക്കാം, അവരുടെ അടുത്ത് നോക്കാം. അപ്പോൾ ഒരിക്കലും ലോകത്തിലെ ഒരു സ്ത്രീക്കും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു സ്വഭാവ ശൈലി ഒന്നുമല്ലായിരുന്നു ഡയാന. അത് സ്ത്രീകൾ അംഗീകരിച്ചാലും എന്തായാലും ഞാൻ അതിന് എതിരാണ്. ഒരു പാസ്റ്റർ നിലയിലല്ല, എഴുത്തുകാർ നിലയിൽ, അധ്യാപന നിലയിൽ ഞാൻ അതിനോട് വിയോജിക്കുന്നു എന്ന് പറയട്ടെ. അപ്പോൾ ഇതിന് വിരുദ്ധമായി ചിന്തിക്കുന്നവർ മറ്റു മതങ്ങളിൽ പോയി വിവാഹം ചെയ്യുന്നതല്ലത്. ക്രിസ്ത്യാനിറ്റി ആണെന്ന് പറഞ്ഞ്, ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെന്ന് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ടും ക്രിസ്തീയ നിയമമനുസരിച്ച് പള്ളിയിൽ പോയി വിവാഹം ചെയ്യാൻ ആഗ്രഹിച്ചിട്ട് ബൈബിളിലെ പദങ്ങളൊന്നും ഞാൻ അത് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് പുരുഷനെ കീഴ്പ്പെടാൻ കഴിയില്ല എന്ന് പറയുന്നത് അഹങ്കാരം, തെമ്മാടിത്തരാകുമ്പോൾ എന്തിനാ പിന്നെ പള്ളിയിൽ പോയി കല്യാണം കഴിച്ചത്? അവിടുത്തെ ഏറ്റവും പ്രധാന കാൻറ്റർബറിയിലെ വലിയ ബിഷപ്പിനെയോ തിരുമേനിയൊക്കെ കൊണ്ടുവന്ന് കല്യാണം കഴിച്ചിട്ട് എന്താ പ്രയോജനം? അപ്പോൾ ആരാ അതിന്റെ കുറ്റക്കാരൻ? അതുകൊണ്ട് ഡയാനെ പോലെയുള്ള സ്ത്രീകൾ ഓർക്കണം, ഇതൊന്നും ശരിയല്ല. ഭാര്യ ഭർത്താവിന് കീഴടങ്ങുവിൻ. കീഴടങ്ങു എന്നതിന്റെ ഗ്രീക്ക് പദം ഹുപ്പോട്ടോസോ എന്നാണ്. പൊട്ടാസോ എന്ന് ഉച്ചരിക്കാം. അതിന്റെ അർത്ഥം ഇതിൽ മിലിറ്ററി മേഖലയിൽ ഉപയോഗിക്കുന്ന, അതായത് പട്ടാളക്കാർ, സൈനികർ ഉപയോഗിക്കുന്ന പദമാണ് കീഴടങ്ങുക എന്ന് വെച്ചാൽ സറണ്ടർ ചെയ്യുക എന്ന് പറഞ്ഞാൽ. സൈനിക പദമായി പറഞ്ഞാൽ ഞാനൊരു കുറ്റവാളിയോ തീവ്രവാദിയാണെങ്കിൽ ആ രാജ്യത്ത്, ഏത് രാജ്യത്താണോ എന്നെ പിടിക്കുന്നത് ആ രാജ്യത്തിലെ നിയമവ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് ഇനി നല്ലവനായി ജീവിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് എൻ്റെ ആയുധങ്ങളൊക്കെ സറണ്ടർ ചെയ്ത് രണ്ട് കൈ ഉയർത്തി അവരുടെ മുമ്പിൽ, പോലീസ് ഓഫീസിന്റെയോ അല്ലെങ്കിൽ സൈന്യാധിപന്റെ മുമ്പിൽ സറണ്ടർ ചെയ്യുന്നതാണ് അതിനർത്ഥമെങ്കിലും ഇവിടെ പറയുന്ന സറണ്ടറിങ് അങ്ങനെയല്ല. സ്ത്രീ അല്ലെങ്കിൽ ഭാര്യ അടിമയാകാനല്ല, അങ്ങനെ വചനം പറയുന്നുമല്ല. എന്നാൽ തലയ്ക്കനുസൃതമായി ചിന്താശീലം, തലച്ചോറ് ഇവിടെയാണ്. സ്ത്രീകൾ ഓർക്കണം, തലച്ചോറ് തലയിലാണ്. അപ്പൊ തല എന്താണോ പറയുന്നത് അതിനെ ചോദ്യം ചെയ്യാൻ അനുസരിക്കുകയും നമ്മുടെ അഭിപ്രായങ്ങൾ പറയുകയും സമന്വയം ഉണ്ടാകാം. ഞാൻ മുൻപൊക്കെ പറഞ്ഞിരിക്കുന്ന പോലെ രണ്ട് DNA-യിൽ, രണ്ട് കുടുംബത്തിൽ പിറന്ന ഒരു സ്ത്രീയും പുരുഷനും ഒന്നിച്ചു ചേർന്ന് ജീവിക്കുമ്പോൾ ആശയങ്ങൾക്ക് വൈരുദ്ധ്യമുണ്ടാകാം. തെറ്റല്ല, പാപമല്ല. അന്യോന്യം ഷെയർ ചെയ്ത് തിരുത്തേണ്ട തിരുത്തി, യോജിക്കേണ്ട യോജിച്ച് അനുസരിച്ച് പോവുകയാണെങ്കിൽ മുൻ തലമുറകൾ ജീവിച്ചതുപോലെ അന്യോന്യം കീഴ്പ്പെട്ടു പോകുന്ന മാതൃകയായ എത്രയോ കുടുംബങ്ങളുണ്ട്. അതുകൊണ്ടാണ് പാശ്ചാത്യർ ഇന്ത്യക്കാരുടെ ഇഷ്ടപ്പെടാൻ കാരണവും ഇന്ത്യയിലെ വിവാഹം മുതൽ മരണപര്യന്തം അവർ വിശ്വസ്തരായിരിക്കുമ്പോൾ രാവിലെ കല്യാണം കഴിക്കുന്നു, വൈകുന്നേരം ഡിവോഴ്സ് ചെയ്യുന്നതാണ് പാശ്ചാത്യ രീതി. വിവാഹം ചെയ്താലും ഭാര്യയ്ക്ക് ബോയ് ഫ്രണ്ടും ഭർത്താവിന് ഗേൾ ഫ്രണ്ടും ഉണ്ട്. രാവിലെ ചുമ്മൻ ഡാർലിംഗ്, ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ് ഭർത്താവ് ഭാര്യയ്ക്ക് ചുമ്മനം കൊടുത്തിട്ട് പോകും. ഓരോ വഴിക്ക് കാമുകിയും കണ്ടും ഡേറ്റിംഗ് നടത്തും, സെക്ഷൽ ഇന്റർകോഴ്സും നടത്തും. അതൊക്കെയാണ് അവിടുത്തെ പാശ്ചാത്യരുടെ. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ അത് അനുകരിക്കരുത്. അപ്പോൾ ഭർത്താവിന് കീഴടങ്ങുക എന്ന് പറഞ്ഞാൽ ആയുധം വെച്ച് കീഴടങ്ങുക എന്നല്ല. അതിന്റെ പദം, ഗ്രീക്ക് പദം ഉപ്പോട്ടോസോ എന്നത് ഞാൻ എടുത്തത് പഠനാത്മകമായി പറഞ്ഞ ക്രൈസ്തവരിലും പെന്തക്കോസ്ത് സഭകളിലും പലരുടെയും വിവാഹം ഇങ്ങനെയല്ല. പൊതുവേദിയിൽ വിവാഹം ചെയ്യുന്നതെങ്കിൽ 2, 3, 6 മാസത്തിനുള്ളിൽ തല്ലിപ്പിരിയുന്നത് എത്രയോ എണ്ണം കണ്ടു. കൗൺസിൽ നടത്തുന്നിടത്ത് കല്യാണം കഴിഞ്ഞിട്ടല്ല കൗൺസിലിംഗ്, മാരിറ്റൽ കൗൺസിലിംഗ് ഉണ്ട്. വിവാഹത്തിന് വേണ്ടി ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ശരീരത്തിന്റെ പക്വത നിങ്ങൾക്കറിയാം, മാതാപിതാക്കൾക്കറിയാം. പക്ഷെ മാനസികമായി പക്വത ആർജിച്ചോ? എങ്ങനെയാണ് ജീവിതം ഫ്രീ സെക്സ് ചെയ്യാൻ, അതായത് മറ്റു നിയന്ത്രണങ്ങളൊന്നുമില്ലാതെ ഫ്രീ സെക്സ് ചെയ്യാന്നാണ് ഇന്നത്തെ കേരളത്തിലെയും ആധുനിക യൂത്തൻസിന്റെ
ഒക്കെ ചിന്ത, അതിനാണോ വിവാഹം കഴിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ വേറെ എന്തെല്ലാം വഴികളുണ്ട്. അതുകൊണ്ട് ഫ്രീ സെക്സ് ചെയ്യാനല്ല വിവാഹം ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, കുടുംബമായി ജീവിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, ഇഷ്ടാനിഷ്ടങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും ആശയങ്ങളൊക്കെ അന്യോന്യം പറഞ്ഞ് എൻ്റെ ഇതാണ്, എൻ്റെ ഹിതമാണ്, എൻ്റെ സ്വഭാവം ഇന്നാണ്, നിനക്ക് അന്യോന്യം സഹകരിക്കാൻ പറ്റുമെങ്കിൽ അത് പറഞ്ഞ് പ്രീ മാരിറ്റൽ കൗൺസിൽ കൂടെ തിരുത്തേണ്ട പല കാര്യങ്ങൾ തിരുത്തി, എന്താണ് ജീവിതമെന്നും ആരെയാണ് മാതൃകയാക്കേണ്ടതെന്നും, എൻ്റെ മമ്മിയെ പോലെ ഒരു സ്ത്രീ എനിക്ക് കിട്ടണം, അതും ശരിയല്ല. എൻ്റെ പപ്പായെ പോലെ ഒരു ഭർത്താവിന് എനിക്ക് കിട്ടണം, അതും ശരിയല്ല. അല്ലെ പിന്നെ സ്വന്തം ആങ്ങളെ കല്യാണം കഴിക്കേണ്ടത്, അതും നടക്കുകയില്ല. കാരണം മെഡിക്കൽ സയൻസ് അതിനെ നിരോധിക്കുന്നുണ്ട്. കാരണം പാരമ്പര്യം രോഗങ്ങൾ ബാധിക്കപ്പെടാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് പാടില്ലാതെ. മുൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങനെ ദേവരധർമ്മങ്ങളൊക്കെ ബൈബിളും പറയുന്നുണ്ട്. സഹോദരനും സഹോദരനും തമ്മിൽ വിവാഹം ചെയ്യാമായിരുന്നെങ്കിൽ ആധുനിക കാലത്ത് അതേ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. ബൈബിൾ അനുകൂലിക്കുന്നില്ല, സമൂഹം അനുകൂലിക്കുന്നില്ല, മെഡിക്കൽ സയൻസ് അനുകൂലിക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഡാഡിയെ പോലെ ഒരു ഭർത്താവിനെ വേണമെന്ന് എൻ്റെ പൊന്നു സഹോദരിമാരെ, കൊച്ചു സഹോദരിമാരെ സ്നേഹത്തോടെ പറയട്ടെ, ഒരിക്കലും കിട്ടുകയില്ല. എൻ്റെ മമ്മിയെ പോലെ ഒരു ഭാര്യയെ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നതല്ലാതെ ഒരിക്കലും കിട്ടത്തില്ല. മറിച്ച് ആ പെൺകുട്ടി അവളുടെ മാതാപിതാക്കളുടെ DNA വഴി വീട്ടിൽ വളർന്ന സാഹചര്യങ്ങളും അവിടുത്തെ സംസ്കാരങ്ങളും ഭക്ഷണശീലങ്ങളും എല്ലാം വ്യത്യസ്തമായിരിക്കും. അങ്ങനെ വന്ന ആ പെൺകുട്ടി മറ്റൊരു പുരുഷന്റെ വീട്ടിലേക്ക് വിവാഹാനന്തരം വരുമ്പോൾ അതൊക്കെ മനസ്സിലാക്കി അതേ ഒത്തുപൊരുത്തപ്പെട്ടു പോകണം. ചായ മാത്രം കുടിക്കുന്ന മലബാർ എറണാകുളം വിട്ടു കഴിഞ്ഞാൽ പിന്നെ ചായയുടെ കേന്ദ്രമാണ്. കാപ്പി വളരെ കുറവാണ്, വളരെ അപൂർവമാണ്. എന്നാൽ ചായ മാത്രം കുടിച്ച് ശീലിച്ച് വീട്ടിലെ പെൺകുട്ടി അവര് രാവിലെ കാപ്പി ഇട്ട് കൊടുത്ത് കോട്ടയം ഭാഗത്ത്, കോട്ടയം ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇടുക്കി, ഈ ഭാഗങ്ങളെല്ലാം കാപ്പി പ്രിയന്മാരാണ്. പ്രത്യേകിച്ച് കട്ടൻ കാപ്പിയുടെ ആശാന്മാര്. ഒരു ദിവസം 8ഉം 10ഉം കാപ്പിയൊക്കെ കുടിക്കുന്ന ആളാണ് ഞാനും. അപ്പൊ കാപ്പി, ചായക്കാരിക്ക് കാപ്പി കിട്ടിയപ്പം അയ്യോ ഞാനേ കാപ്പി കുടിക്കുകയില്ല കേട്ടോ. ഉടനെ ഒരാൾക്ക് വേണ്ടി ചായ മാറ്റി കാപ്പി, കാപ്പി മാറ്റി ചായ ഇടുന്നു, ചായ മാറ്റി കാപ്പി ഇടുന്നു. ഒരാൾ പറയുന്നത് ഞങ്ങൾ ബീഫ് ഉപയോഗിക്കില്ല, ഒരാൾ പറയുന്നത് ഞങ്ങൾ ചിക്കൻ ഉപയോഗിക്കില്ല. ഇങ്ങനെ ഇതൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഇതൊക്കെ കൗൺസിലിൻ്റെ അകത്ത് വന്ന് കൊച്ചു കൊച്ചു കാര്യങ്ങൾ നർമ്മരസമായി ഞാൻ പറയുകയില്ല. അവിടുത്തെ ഒരു വീട്ടിലെ പ്രശ്നം കാപ്പിയാണ്, മറ്റൊരു വീട്ടിൽ ചായയാണ് പ്രശ്നം. അങ്ങനെ ഇതിനൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇല്ല എനിക്ക് കാപ്പി വേണ്ട, സ്നേഹത്തോടെ പറയണം. മമ്മി, അതാ ഭർത്താവിൻ്റെ വീട്ടിലെ മമ്മിയാണല്ലോ, മമ്മി ഞങ്ങളുടെ വീട്ടിലെ സ്ഥിരം ചായയാ, അതുകൊണ്ട് എനിക്ക് ഈ കാപ്പി കുടിച്ച് ശീലം. അതിനെന്താ മോളെ കാപ്പി ഇട്ട് അല്ല ചായ ഇട്ട് തരാമല്ലോ. സ്നേഹത്തോടെ ആ മോക്ക് ചായ ഇട്ട് കൊടുക്കുന്നു, പ്രശ്നം തീർന്നു. ഇതിനു പകരം ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ എപ്പോഴും സ്ഥിരം ചായ കുടിക്കുന്നത്, ഇവിടെ ഒന്ന് കാപ്പി, എനിക്ക് വേണ്ട നിങ്ങളുടെ കാപ്പി. അത് ഭർത്താവിനോട് പറയുകയല്ല വേണ്ടത്. അവിടെ മമ്മി ആരാണ് അടുക്കളയിൽ, അടുക്കളക്കാരിയോട് പറഞ്ഞ് തീർത്താൽ പോരെ, അല്ലെങ്കിൽ സ്വയം അങ്ങ് ഇട്ട് കുടിച്ചാൽ പോരെ. പറഞ്ഞ് ഇന്നത്തെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, നിറമുണ്ട് പഴയ തലമുറ വെച്ച് നോക്കുമ്പോൾ. പക്ഷേ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനമില്ല. അത് വളർത്തുദോഷമാണ്. പിള്ളേരുടെ ഇഷ്ടം മാത്രം നോക്കി വളർത്തുന്ന പല കുടുംബങ്ങളുണ്ട്. എനിക്ക് നേരിട്ടറിയാം, വർഷങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് പറയാം. ഇത് കേട്ടറിയുമല്ല, കണ്ട് മനസ്സിലാക്കി അറിയാം. പലയിടത്തും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ചർച്ചകളിൽ ക്ലാസ് ആയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. കുട്ടികളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്ന, അവർ ചോദിക്കുന്നതെല്ലാം നൽകി കൊടുക്കുന്നതല്ല. ഈഗോയിസത്തിലെയും മോട്ടിവേഷനിലെയും ഒക്കെ സൈക്കോളജിയിലൊക്കെ പല എപ്പിസോഡിൽ പലതും ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. പഴയ എപ്പിസോഡൊക്കെ സ്ക്രോൾ ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ, കേൾക്കാം. അതുകൊണ്ട് കണ്ടില്ലെങ്കിലും വേണ്ട, മൈക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഇയർഫോൺ വെച്ച് കേൾക്കരുതോ. അപ്പം കുട്ടികളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കുട്ടികൾ ചോദിക്കുന്നതെല്ലാം കൊടുക്കുന്നതല്ല. അതാണ് ഇന്നത്തെ കുട്ടികൾ നശിക്കാൻ കാരണം. എൻ്റെ കുട്ടികളെല്ലാം ഞാൻ ചോദിക്കുകയല്ല കൊടുക്കും, തെറ്റാ. അവർക്ക് ആഗ്രഹമുള്ളത് കൊടുക്കുന്നതിന് മുമ്പേ അവരുടെ പ്രായം നോക്കണം, പക്വത നോക്കണം. വണ്ടി മേടിക്കുന്നതായാലും ശരി, ബൈക്കൊക്കെ പ്രത്യേകിച്ച് ഇപ്പം കുട്ടികൾക്ക് അത് കൊടുക്കാൻ, അത് കൈകാര്യം ചെയ്യാനുള്ള പക്വത വന്നിട്ടുണ്ടോ, ലൈസൻസ് ഉണ്ടോ, ഇതൊന്നും നോക്കാതെ ഹെൽമെറ്റും വെക്കാതെ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, 16 വയസ്സുകാരൻ ലൈസൻസ് പോലും ഇല്ലാത്ത ലക്ഷറി കാർ ഓടിച്ച് എന്തെല്ലാം പ്രശ്നം ഉണ്ടാക്കി, എത്ര അടുത്ത് കേരളത്തിൽ സംഭവിച്ചു. ഇത് പേരൻസിന്റെ കുഴപ്പമാണ്.
അമിതമായ സ്വാതന്ത്ര്യം എവിടെയായാലും അത് മരണത്തെക്കാൾ ഭയാനകമാണെന്ന് മറക്കരുത്. അതുകൊണ്ട് കുട്ടികൾ പറയുന്ന കാര്യങ്ങൾ അവരെ നിരുത്സാഹപ്പെടുത്താതെ സ്നേഹത്തോടെ, മോനെ മോളെ, അതെ ഇപ്പം നിനക്ക് വാങ്ങിത്തരാൻ കാശുണ്ട്, പപ്പായോട് പറഞ്ഞാൽ വരും, പക്ഷെ അത് ഇപ്പം കൈകാര്യം ചെയ്യാൻ നിനക്ക് ആ പ്രായവും പക്വതയായില്ല, നിയമപരമായ തടസ്സമുണ്ട്, ഇന്നിന്ന കാര്യം മേടിച്ച ഇന്ന കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കി അത് അവരെ പറഞ്ഞ് ബോധ്യമാക്കിയിട്ട് അത് അടുത്ത ബർത്ത്ഡേക്ക് നിനക്ക് മേടിച്ചു തരാം, അല്ലെങ്കിൽ ഇന്ന കോഴ്സിന് നീ ഫുൾ മാർക്ക് മേടിച്ചാൽ നിനക്ക് തരാം. അങ്ങനെ ഒരു ഡിമാൻഡ് വെക്കണം. അതായത് അത് പലതരത്തിലുണ്ട്. മറ്റൊരു എപ്പിസോഡ് ഞാൻ എടുക്കാം, കുട്ടികളോട് ഇടപെടുന്നതിൻ്റെ രീതി. പക്ഷെ ഇത് എല്ലായിടത്തും എല്ലായ്പ്പോഴും നടക്കുകയില്ല. ചിലയിടത്ത് അമ്മമാർക്ക്, ജനറ്റിക്കലി ആൺകുട്ടികൾക്ക് അമ്മമാരോടും പെൺകുട്ടികൾക്ക് അപ്പനോടുമായിരിക്കും പ്രീതി. അതുകൊണ്ട് അമ്മമാർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആൺമക്കളെ തൻ്റെ വശത്താക്കി തൻ്റെ സ്വാധീനത്തെ നിർത്താൻ വേണ്ടി അപ്പൻ തിരുത്തി പറഞ്ഞില്ല, അങ്ങനല്ല, എൻ്റെ പിള്ളേർക്ക് അതെല്ലായി, നിങ്ങൾ മേടിച്ചു കൊടുത്താൽ മതി, അങ്ങനെയൊന്നും വേണ്ട, ഇങ്ങനെയൊന്നും വേണ്ടെന്ന് വെച്ചാൽ ഒരു സംസ്കാരശൂന്യമായി കുടുംബത്തിന്റെ ഭദ്രത ഇല്ലാതാക്കുക. ഭർത്താവിന്റെ കയ്യിൽ അതിന് വരുമാനം ഉണ്ടോ, അത് ഇന്നത് ചെയ്യാൻ പറ്റുമോ, രണ്ട് വശങ്ങളും ചിന്തിക്കാതെ എടുത്തിയാടി പറയുന്ന ബൈപ്പോളർ ഡിസോർഡർ ആയ ഒത്തിരി സ്ത്രീകളെ എനിക്കറിയാം. അത് എല്ലാ സഭകളിലുണ്ട്, പെന്തക്കോസ്തിലുമുണ്ട്. ഇതൊക്കെ തിരുത്താൻ ആർക്കും കഴിയില്ല. കാരണം തിരുത്തണമെങ്കിൽ ഒന്നുകിൽ ഭർത്താവ് അത് ഗ്രഹിക്കണം, ഇല്ലെങ്കിൽ സഭാ ശുശ്രൂഷകന്മാർ, സ്ത്രീകളുടെ കൂട്ടായ്മയെന്നും കോസ്തിൽ ഒത്തിരി ഉണ്ട്, എല്ലായിടത്തും സ്ത്രീകളുടെ കൂട്ടായ്മകളും സഹോദരി സമാജമൊക്കെ ഉണ്ട്. അവരെ ഏതെങ്കിലും സ്ത്രീകളുടെ സബ്ജക്റ്റ് എടുത്ത് പ്രസംഗിക്കുന്നതല്ലാതെ കുടുംബജീവിതത്തിന്റെ ഭദ്രതയെക്കുറിച്ച് ഒരു പാസ്റ്ററും ഒരു പെന്തക്കോസ്റ്റിലും പറയാറില്ല. എന്നാൽ കത്തോലിക്ക പുരോഹിതന്മാർ അവിവാഹിതരാണെങ്കിലും സന്തോഷത്തോടെ അവർക്കൊരു ബിഗ് സല്യൂട്ട് കൊടുത്ത് പറയട്ടെ, അവർ നന്നായി മോട്ടിവേഷൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്നുണ്ട്. അവരെ അനുസരിക്കുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലെങ്കിലും പെന്തക്കോസ്റ്റിൽ ഇങ്ങനെ ഒരു നല്ല കാര്യങ്ങളില്ല. ഏത് കാര്യത്തിനും പരിശോധിച്ചാൽ ഒരു പോസിറ്റീവായിട്ട് ഒരു പോയിന്റ് പറയാൻ പെന്തക്കോസ്റ്റ് സഭകളിലില്ല. വെറുതെ ഒരെണ്ണം തട്ടിമുട്ടി പോകുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങളുടെ കുട്ടികളുടെ വിവാഹത്തിന് വേണ്ടി ഒരുക്കുമ്പോൾ അവരുടെ നന്മതിന്മകളെ മനസ്സിലാക്കി പ്രായോഗികമായ കാര്യങ്ങളെ പറഞ്ഞ് മറ്റൊരു വീട്ടിലേക്ക് പോകുമ്പോൾ അവിടുത്തെ സംസ്കാരങ്ങൾ, അവിടുത്തെ മനുഷ്യർ, അവിടുത്തെ രീതികൾ, അവിടുത്തെ സാമ്പത്തിക വരുമാനങ്ങൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ ഉപദേശിവിടുന്ന നല്ല മാതാവുണ്ടോ, നിങ്ങളുടെ മക്കൾ വിജയിക്കും. നേരെ തിരിച്ച് അമ്മായിയമ്മ മരുമോള് പറയുന്ന പോലെ, മോളെ എൻ്റെ അമ്മായിയമ്മ എങ്ങനെയായിരുന്നെന്നും ഞാൻ അമ്മായിയമ്മക്കിട്ട് എങ്ങനെയാ ഭാരപ്പെടണമെന്നും പറഞ്ഞു കൊടുക്കാതെ നല്ല വശം കൊടുക്കുക. സ്ത്രീകളുടെ ഈഗോയിസം മാറണം. മനസ്സിലാക്കുക, കുടുംബത്തെ നശിപ്പിക്കുന്നത് സ്ത്രീകളുടെ ഈഗോയിസമാണ്. ഇതെല്ലാം ഇഷ്ടം ധാരാളം അനുഭവങ്ങൾ നേരിട്ടുകൊണ്ട് കേട്ടറിഞ്ഞതുണ്ട്. സഭകളിൽ 10-21 വർഷത്തെ ശുശ്രൂഷയിൽ എനിക്ക് ബോധ്യമായ അനവധി കാര്യമുണ്ട്. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകം 2:21 മുതൽ 24 വാക്യങ്ങളും 1 കൊരിന്ത്യർ 11:9 ഒക്കെ വായിക്കുമ്പോൾ സ്ത്രീ തനിച്ചുണ്ടായതല്ല, പുരുഷനിന്റെ ശരീരവും എൻ്റെ അസ്ഥിക്ക് അസ്ഥിയും എൻ്റെ മാംസത്തിന് മാംസവുമാകുന്നു പറഞ്ഞ് പുരുഷന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് സ്ത്രീ. സ്ത്രീ പുരുഷനെ മണ്ണ് കൊണ്ടുണ്ടാക്കിയിട്ട് അവന് ജീവശ്വാസം ഊതിയതുപോലെ ദൈവം ആദാമിൽ നല്ല ഹൗവയ്ക്ക് അങ്ങനെ ഊതിയില്ല. പുരുഷന്റെ ഭാഗമായതുകൊണ്ട് സ്ത്രീ എക്കാലത്തും, മനുഷ്യൻ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം, ഏത് മതത്തിലായാലും വർഗത്തിലായാലും സ്ത്രീ ഭർത്താവല്ല പുരുഷനുമായി ബന്ധപ്പെട്ടേ ഉള്ളൂ. നിങ്ങളുടെ ജീവിതം പൂർത്തീകരിക്കപ്പെടുന്നത് സ്ത്രീയെ, നിങ്ങൾ ജീവിതം പൂർണ്ണമാകുന്നത് പുരുഷനിലാണ്. വിവാഹത്തോടെ ഭർത്താവിലും മക്കളാകുന്നതോടെ മക്കളിലേക്കും ഒക്കെ ഈ കടന്നു മാറി മാറി പോവുകയാണെന്ന് മറക്കരുത്. അതുകൊണ്ട് വിവാഹത്തിന്റെ കാര്യമാണ് ഞാൻ ഓർപ്പിച്ച, അതിലേക്ക് വീണ്ടും മടങ്ങി വരികയാണ്. നോ മാരേജ് ബിഫോർ 4 കാര്യങ്ങൾ, 4 കോർ പ്രിൻസിപ്പിൾസ്. 1983 വരെ സൗത്ത് കൊറിയയിൽ 2.1% ശിശുജനനം രേഖപ്പെടുത്തിയ സ്ഥാനത്ത് 2023, അതായത് 20 വർഷത്തിന് ശേഷം 0.7% കുറഞ്ഞു. ശ്രദ്ധിച്ച് കേൾക്കണം, വെറുതെ കണക്ക് പറഞ്ഞല്ല. 1983 കൊറിയയിലെ ശിശുജനനം 2.1 ആയിരുന്നെങ്കിൽ 20 വർഷത്തിന് ശേഷം
20 ഈ 40 ഈ 2023 0.7% കുറഞ്ഞു. ജനസംഖ്യയുടെ അനുപാതം കുറഞ്ഞാലും അധികമായാലും രാജ്യത്തിന്റെ വളർച്ചയെയും നിലനിൽപ്പിനെയും രാജ്യപ്രതിരോധം സംസ്കാരം ഒക്കെ മാറ്റമുണ്ടാകും. എനിക്ക് കുട്ടികൾ വേണ്ട, അത് നിങ്ങൾക്ക് തന്നെ, അത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമാണെങ്കിൽ ഒരു രാജ്യത്തിന്റെ സമ്പത്ത് എന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണെന്ന് മറക്കരുത്. എന്നാൽ ഇന്ത്യയിൽ 146 കോടി ജനമായതോട് കൂടിയെന്നല്ലാതെ ഇവിടെ പുരോഗതിയൊന്നുമില്ല. അടിസ്ഥാനപരമായി ഇന്ത്യക്ക് ഒന്നും മാറ്റം ഉണ്ടായിട്ടില്ല. പണ്ടത്തെ ഇന്ത്യ ഇപ്പോഴും 100 വർഷം പുറകില്ല പാശ്ചാത്യരുമായി കണക്കൂട്ടിയാണ്. എന്നാൽ ഞാൻ ഈ കണക്ക് പറയുന്നത് 83-ലെയും 2023-വുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ജനസംഖ്യ കുറയാൻ കാരണം ഒന്ന്, വിവാഹം വേണ്ടെന്ന് വെച്ചു പുരുഷന്മാരല്ല സ്ത്രീകൾ. 2, വിവാഹം ചെയ്താലും ഞങ്ങൾക്ക് പ്രസവിക്കാൻ താല്പര്യമില്ല, ജനസംഖ്യ കുറഞ്ഞു. ഈ കാര്യമാണ് ഈ റഷ്യൻ പ്രസിഡന്റായ പുടിൻ കഴിഞ്ഞിടയ്ക്ക് ഒരു കാര്യം പ്രസ്താവന നടത്തി. നിങ്ങൾ കേട്ട് കാണുമല്ലേ? കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾ ജോലി സ്ഥലത്തും സെക്സ് ചെയ്യണമെന്നും പറയാൻ കാരണം സെക്സിനെ പ്രൊമോട്ട് ചെയ്തല്ല വ്ളാഡിമിർ പുടിൻ, മറിച്ച് ലോകത്തിലെ ശക്തമായൊരു സാമ്രാജ്യമായിരുന്ന USSR എന്ന യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ചിതറിപ്പോയെങ്കിലും അതിലെ ഭാഗമാണ് പല രാജ്യങ്ങളും അവിടെയുള്ള പോളണ്ടും റഷ്യ അന്നും ഇന്ന് കേന്ദ്രമാണ്. അപ്പോൾ ഇവിടെയുള്ള ജനസംഖ്യയുടെ കുറവ് രാഷ്ട്രീയപരമായി അത് ദോഷം വരുത്തു എന്ന് കണ്ടിട്ടാണ് നിങ്ങൾ ജോലി സ്ഥലത്തും ഒക്കെ സെക്സ് ചെയ്യാനും കുട്ടികൾ ഉണ്ടാകട്ടെ, ഉൽപാദനം കുറയുന്നത് കൂടണമെന്ന് പാശ്ചാത്യർ പ്രൊമോട്ട് ചെയ്യുന്ന കാരണം മനസ്സിലായോ? എന്നാൽ ഇന്ത്യക്കാർ ചെയ്യണ്ട. ഇവിടെ കണ്ണടച്ച് നടന്ന കൂട്ടിയിടിക്കുന്ന ജനസംഖ്യ ഇന്ത്യയിൽ കൂടി. ജനസംഖ്യ കൂടിയത് കൊണ്ടാണ് ആളോഹരി വരുമാനം കുറയുന്നു, GDP കുറയുന്നു, തൊഴിൽ ലഭ്യത കുറയുന്നു, വാസസ്ഥലം കുറയുന്നു, ഫോറസ്റ്റുകൾ കുടിയേറ്റം നടത്തുന്നു, നദികൾ മണ്ണിട്ട് മൂടുന്നു, തോടുകൾ മണ്ണിട്ട് മൂടുന്നു, വാസയോഗ്യമല്ലാതെ താമസത്തിനില്ലാതെ ഭവനത്തിന് ലഭ്യത കുറയുന്നു, ഭൂവിസ്തൃതി കുറയുന്നു, സാമ്പത്തിക ഭദ്രതയില്ലാതാകുന്നു. ജനസംഖ്യ കൂടിയാൽ. കുറഞ്ഞാൽ നേരെ തിരിച്ചുമുണ്ട്. പഴയ ചരിത്രങ്ങൾ, ലോക ചരിത്രങ്ങൾ, നാപ്പോളിയൻ ബോണപ്പാർട്ടിന്റെയും മറ്റ് സാമ്രാജ്യങ്ങളിലൊക്കെ ഇത് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഗോത്ര വിഭാഗങ്ങളിലും സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചുകൊണ്ട് രാജ്യം കീഴ്പ്പെടുത്തി പുരുഷന്മാരെ കൊന്ന് സ്ത്രീകളെയും കുട്ടികളെയും കടത്തിക്കൊണ്ടു പോകുന്ന ചരിത്രം ബൈബിളിലും ഉണ്ട്, ലോക ചരിത്രത്തിലുണ്ട്. കാരണം അന്ന് ഭരണത്തിന് ജനസംഖ്യ വേണം, കുട്ടികൾ വേണം, പണിയെടുക്കാനും പട്ടാളത്തിലും വേണം. അതുകൊണ്ടാണ് പുടിൻ പറഞ്ഞത് അവിടെ ജനസംഖ്യ കുറവാണ്. അപ്പോൾ കൊറിയയിലെ കണക്ക് മറക്കരുത്. 83-ലെയും 2020 കണക്ക് തമ്മിൽ വ്യത്യാസം 2.1-ൽ നിന്നും 0.7 കുറഞ്ഞത് അപകടമാണ്, അനർത്ഥമാണ്. അങ്ങനെ വന്നാൽ അവിടെ ഏറ്റവും വലിയ ശത്രുക്കളാണ് നോർത്ത് കൊറിയ. ജനസംഖ്യ കുറഞ്ഞ അത് മാത്രമല്ല, ജനസംഖ്യ കുറയുന്നതോടൊപ്പം പഴയ തലമുറ പ്രായമാകുന്നു. ജപ്പാന്റെ കുഴപ്പം നിങ്ങൾ പരിശോധിച്ച് നോക്ക്, ഇന്റർനെറ്റ് എടുത്ത് നോക്ക്. ജപ്പാനിൽ കമ്പനികൾ അടച്ചുപൂട്ടുന്നത് എന്താണെന്നറിയാമോ? അവർക്ക് റിസോഴ്സ് ഇല്ലാത്തതല്ല, സംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ് ഇല്ലാത്തതുകൊണ്ടല്ല, ടെക്നോളജി ഇല്ലാത്തതുകൊണ്ടല്ല. ഒരു തലമുറ 1% മുഴുവൻ പ്രായമായി, പുതിയ തലമുറ ജനിക്കുന്നില്ല. ജനസംഖ്യയിലെ ഇടിവുകൾ ടോളറേറ്റ് ചെയ്യാൻ കഴിയാതെ രാജ്യം അധപതനത്തിലേക്ക് പോകുമ്പോൾ ശത്രു ആക്രമിക്കും, മറക്കരുത്. അപ്പോൾ സൗത്ത് കൊറിയക്കാർ ചിന്തിക്കാൻ തുടങ്ങിയതിൻ്റെ കുഴപ്പം സ്ത്രീകളും അവരുടെ B4 പ്രിൻസിപ്പിൾസ് ആണെന്ന് മറക്കരുത്. അതുകൊണ്ട് വിവാഹം ഇഷ്ടമുള്ള ചെയ്താൽ മതി, പക്ഷേ ചുമ്മാതെ സെക്സിന് വേണ്ടി മാത്രം ചെയ്യാതെ അടിസ്ഥാനപരമായി മനസ്സിലാക്കി ചെയ്യുക. രാജ്യത്തിനും സമൂഹത്തിനും കുടുംബത്തിനും സഭയ്ക്കും ഒക്കെ അനുഗ്രഹമായി തീരട്ടെ. നിങ്ങൾ ലൈക്കും ഷെയറും ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.